ബഷീർ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നായിരുന്നു? ഉത്തരം 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഉത്തരം കൊച്ചു മുഹമ്മദ്. ബഷീർ ജനിച്ച കൊല്ലവർഷ തീയതി എന്താണ്? ഉത്തരം 1083 മകരം 8. ബഷീറിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ. ബഷീറിന്റെ പിതാവിന്റെ പേര് എന്താണ്? ഉത്തരം കായി അബ്ദുറഹിമാൻ. ബഷീറിന്റെ മാതാവിന്റെ പേര് എന്താണ്? ഉത്തരം കുഞ്ഞാത്തുമ്മ. ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. കഥയുടെ സുൽത്താൻ, കഥയിലെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ, കേരളത്തിലെ സുൽത്താൻ, മലയാളത്തിലെ സുൽത്താൻ, മലയാള സാഹിത്യത്തിലെ സുൽത്താൻ തുടങ്ങിയ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം മഹാത്മാഗാന്ധിയെ. ബഷീറിന്റെ സഹോദരങ്ങൾ ആരൊക്കെയായിരുന്നു? ഉത്തരം അബൂബക്കർ, അബ്ദുൽ ഖാദർ, ഹനീഫ, ഫാത്തിമ. ബഷീർ വിവാഹിതനായ വർഷം? ഉത്തരം 1958. ബഷീറിന്റെ മക്കൾ ആരെല്ലാമാണ്? ഉത്തരം ഷാഹിന, അനീസ്. ബഷീറിന്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര്? ഉത്തരം ടാറ്റ. വിവാഹത്തിന് ശേഷം ബഷീർ ബേപ്പൂരിലെ ഏത് വീട്ടിലേക്കാണ് താമസം മാറ്റിയത്? ഉത്തരം 1962 വയലാലിൽ വീട്ടിൽ. ബഷീറിന്റെ ഭാര്യയുടെ പേര് എന്തായിരുന്നു? ഉത്തരം ഫാത്തിമ ബീവി അല്ലെങ്കിൽ ഫാബി. ഫാബി ബഷീറിന്റെ ആത്മകഥ എന്താണ്? ഉത്തരം ബഷീറിന്റെ എടി. ബഷീറിന്റെ ആദ്യത്തെ കഥയുടെ പേര് എന്താണ്? ഉത്തരം തങ്കം. ബഷീറിന്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം? ഉത്തരം ജയകേസരി. ബഷീറിന്റെ ആദ്യത്തെ കൃതി ഏതായിരുന്നു? ഉത്തരം പ്രേമലേഖനം. 1942 ഇത് പുറത്തിറങ്ങിയത്. ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരായിരുന്നു? ഉത്തരം ബഷീർ തന്നെ. ബഷീറിന്റെ ആദ്യ നോവൽ ഏതായിരുന്നു? ഉത്തരം ജീവിത നിഴൽപ്പാടുകൾ. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏതായിരുന്നു? ഉത്തരം കോഴിക്കോട് നടന്ന ഉപ്പ് സത്യാഗ്രഹം. ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിന്റെ ഐരാവതങ്ങൾ. ബഷീറിന്റെ ജീവചരിത്രമായ ബഷീറിന്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? ഉത്തരം EM അഷറാഫ്. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? ഉത്തരം സോജ രാജകുമാരി. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിയത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഭാർഗവീ നിലയം എന്ന ചിത്രം ബഷീറിന്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്? ഉത്തരം നീല വെളിച്ചം. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരായിരുന്നു? ഉത്തരം M. വിൻസെന്റ്. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന്റെ നായക വേഷത്തിൽ അഭിനയിച്ചത് ആരായിരുന്നു? ഉത്തരം മധു. ഭാർഗവീ നിലയം എന്ന സിനിമ പുറത്തിറങ്ങിയ വർഷം? ഉത്തരം 1964. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ പത്മലാക്ഷൻ എന്ന വ്യക്തി പ്രസിദ്ധനായ പേര്? ഉത്തരം കുതിരവട്ടം പപ്പു. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു?
ഉത്തരം വിജയ നിർമ്മല. മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി അഭിനയിച്ചത് ആരാണ്? ഉത്തരം മമ്മൂട്ടി. മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ആരായിരുന്നു? ഉത്തരം KPAC ലളിത. ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആരാണ്? ഉത്തരം പ്രേം നസീർ. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയായിരുന്നു? 1964 പുറത്തിറങ്ങിയ ഭാർഗവീ നിലയവും 1967 പുറത്തിറങ്ങിയ ബാല്യകാല സഖിയും. ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആരൊക്കെയാണ്? ഉത്തരം 1967 P. ഭാസ്കരനും 2014 പ്രമോദ് പയ്യന്നൂരും. ഗുത്തിനി ഹാലിട്ടൽ ഇത്താപ്പോ സഞ്ചിനി ബാലിക ലുട്ടാപ്പി എന്നത് ബഷീറിന്റെ ഏത് കൃതിയിലുള്ള പാട്ടാണ്? ഉത്തരം എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു. അനുഗ്രഹീതനായ ബഷീർ ഇത് ആരുടെ രചനയാണ്? ഉത്തരം തരകൻ KM. ഉജ്ജീവനം എന്ന വാരികയിൽ ഏത് തൂലികാ നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? ഉത്തരം പ്രഭ. ഈ വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന ബഷീറിന്റെ വിഖ്യാതമായ പദപ്രയോഗമുള്ള നോവൽ ഏതായിരുന്നു? ഉത്തരം എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു. ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉത്തരം EM അഷറഫ്. ബഷീർ രചിച്ച VT നന്ദകുമാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകം ഏതായിരുന്നു? ഉത്തരം നേരും നുണയും. ബഷീറിന്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏതാണ്? ഉത്തരം അനർക്ക നിമിഷം. ബഷീറും കാരൂർ നീലകണ്ഠപിള്ളയും ഒരേ പേരിൽ കഥകൾ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേര് എന്താണ്? ഉത്തരം പൂവൻ പഴം. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ റൊണാൾഡ് ആഷർ. ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏതാണ്? ഉത്തരം നേരും നുണയും. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിന്റെ പേര് എന്താണ്? ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ. നീല വെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം എന്താണ്? ഉത്തരം ഭാർഗവീ നിലയം. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? ഉത്തരം 1990 പുറത്തിറങ്ങിയ മതിലുകൾ. ബഷീറിന്റെ ബാലസാഹിത്യ കൃതി ഏതാണ്? ഉത്തരം സർപ്പയജ്ഞം. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. മജീദും സുഹറയും കഥാപാത്രമാകുന്ന ബഷീറിന്റെ പുസ്തകം ഏതാണ്? ഉത്തരം ബാല്യകാല സഖി. P. ഭാസ്കരൻ സംവിധാനം ചെയ്ത ബഷീറിന്റെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാല സഖി. ബേപ്പൂർ എന്ന പ്രദേശം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം EM അഷറഫ്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് പേര് കൂടിയുള്ള ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീർ എഴുതിയ ഏക നാടകം ഏതാണ്? ഉത്തരം കഥാബീജം. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്? ഉത്തരം ഉജ്ജീവനം. ഭാരതത്തിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഉത്തരം ജ്ഞാനപീഠം. ബഷീർ കൃതിയായ ബാല്യകാല സഖി പഠന വിഷയമാക്കിയത് ആരാണ്? ഉത്തരം കുട്ടിക്കൃഷ്ണ മാരാർ.
തൻ്റെ ഒരു സഹപ്രവർത്തകനെക്കുറിച്ച് ബഷീർ രചിച്ച ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ സഹപ്രവർത്തകൻ? ഉത്തരം MP പോൾ.